ഇന്ന് കൂടുതൽ ഉമ്മമാരും ബ്രസ്റ്റ് ഫീഡിങ് ഒഴിവാക്കുന്നവരാണ്. നാട്ടിലെ പശുവിന് പാലുണ്ട് എന്നറിയാത്ത അള്ളാഹു അല്ല കുഞ്ഞിന് ഉമ്മാന്റെ മാറിടത്തിൽ പാല് വെച്ചത്. പശുവിനെയും പഠിച്ച അള്ളാഹ് തന്നെയാണ്, ആടിനെയും പഠിച്ച അള്ളാഹ് തന്നെയാണ്. ഇവിടെ കൃത്രിമമായ ബേബി ഫുഡ് കിട്ടുമെന്ന് അറിയാത്ത പടച്ചവനും അല്ല. ഉമ്മയുടെ മാറിടത്തിൽ കുഞ്ഞിനുള്ള അമ്മിഞ്ഞ വെച്ചതിൽ കുഞ്ഞിന് പാലിനൊപ്പം ചില സംസ്കാരങ്ങളും ചില സന്ദേശങ്ങളും ചില ഹൃദയ സന്ദേശങ്ങളും ഒക്കെ കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഹൃദയത്തോട് ചേർത്ത് കുഞ്ഞിനുള്ള അമ്മിഞ്ഞ അല്ലാഹു തആല ഏർപ്പെടുത്തിയത്. പാലൂട്ടാൻ നേരം ഉമ്മ ചൊല്ലുന്ന ബിസ്മിയിൽ കുട്ടിക്കൊരു സംസ്കാരം വരുന്നുണ്ട്. ഉമ്മയുടെ ശരീരത്തോട് ചേർന്നിരിക്കുമ്പോൾ ഉമ്മയുടെ മേനിയുടെ ചൂട് കുഞ്ഞിന്റെ ബ്രെയിനിനോട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഏത് കുപ്പിയിൽ എത്ര വലിയ ഉൽപ്പന്നം കൊടുത്താലും കിട്ടാത്ത പ്രത്യേകമായ ഒരു തണലും ഒരു സന്ദേശവുമാണ്. ഉമ്മയുടെ ഹൃദയമിടിപ്പും കുഞ്ഞിന്റെ ബ്രെയിനിന്റെ ചലനങ്ങളും തമ്മിൽ സംവേദനം നടക്കുന്നുണ്ട്. ബയോളജിക്കലി ബ്രസ്റ്റ് ഫീഡിങ്ങിൽ കിട്ടുന്ന ആരോഗ്യ ഘടകങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ മനഃശാസ്ത്രപരമായി അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. മതപരമായി ചിന്തിക്കുമ്പോഴുമുണ്ട്. അതുകൊണ്ട് ഹൗലൈനി കാമിലൈൻ, 2 വർഷം നിങ്ങളുടെ കുഞ്ഞിന് ഉമ്മമാര് മുലയൂട്ടുന്നതിൽ ആ കുട്ടിയുടെ ശിക്ഷണത്തോട് വലിയ ഒരു പങ്കുണ്ട്. അതിലൂടെ ഭാഷ വരും, അതിലൂടെ സംസ്കാരം വരും. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു എന്ന വലിയ പണ്ഡിതൻ ചൊല്ലുന്നതൊക്കെ ആപ്തവാക്യങ്ങളായിരുന്നു. ഉമ്മു സലമയുടെ മടിത്തട്ടിൽ ഇരുന്നതിന്റെ ഗുണമാണത് എന്ന് കേൾക്കാൻ കഴിയും. ഇമാമുൽ ഹറമൈനി അൽ ജുവൈനി എന്ന വലിയ പണ്ഡിതൻ ഒരിക്കൽ മക്കയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ചില വാക്കുകൾക്ക് തപ്പിപ്പഴയുണ്ടായി. അപ്പോൾ പറഞ്ഞു, ഒരു ദിവസം എൻ്റെ ഉമ്മയുടേതല്ലാത്ത വേറൊരു ഉമ്മാന്റെ പാല് ഞാൻ കുടിച്ചു, അതിൻ്റെതാണ്. എന്തായിരുന്നു ആ പറഞ്ഞത്? ഇമാമുൽ ഹറമൈനി എന്ന ലോകപ്രസിദ്ധനായ കർമ്മശാസ്ത്ര പണ്ഡിതൻ ഉപ്പ ഭാര്യയായി കുഞ്ഞിന്റെ ഉമ്മയോട് പറഞ്ഞു, നമ്മുടെ മോന് വേറെ ആരും പാല് കൊടുക്കാതെ സൂക്ഷിക്കണം. കാരണം ഞാൻ നിങ്ങൾക്ക് തരുന്ന ഭക്ഷണം 100% പ്യുവർ ഹലാലാണ്. ഹലാലായ ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന പവിത്രതയുള്ള പാലാണ് എന്റെ മോന് കിട്ടേണ്ടത്. അതുകൊണ്ട് സൂക്ഷിക്കണം. അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു ദിവസം ഉമ്മ കുളിക്കാൻ പോയപ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അടുത്ത വീട്ടിലെ ഉമ്മ അമ്മിഞ്ഞ കൊടുത്തു. അതിനെക്കുറിച്ചാണ് ഇമാം ഹറമൈനി പറയുന്നത്, അന്നത്തെ ദിവസം ഞാൻ കുടിച്ച പാലിൻ്റെതാണ്. ഈ സമയത്ത് ഹസനുൽ ബസ്രി ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനിയുടെ വാപ്പ അതുവഴി കടന്നു വന്നു. കുഞ്ഞിനെ എടുത്ത് കാലിൽ പിടിച്ച് കുടഞ്ഞു, ഈ പാലങ്ങ് പോവാൻ. അപ്പൊ ഈ ഉമ്മയ്ക്ക് വിഷമായി, ഉമ്മിഞ്ഞ കൊടുത്ത ഉമ്മയ്ക്ക്. അവരെ അറിയിച്ചു, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ചില നിഷ്ഠകളോടെയാണ് എൻ്റെ കുട്ടിയെ വളർത്തുന്നത്. അവന് ഹലാലായ, പ്യുവർ ഹലാലായ, 100% പെർഫെക്റ്റായ പരിശുദ്ധിയുള്ള ഭക്ഷണമേ കിട്ടാൻ പാടുള്ളൂ. നിങ്ങളുടെ ഭർത്താവിൻ്റെ വരുമാനത്തിൽ ഹലാലോ ഹറാമോ എന്ന് വ്യക്തതയില്ലാത്ത സമ്പാദ്യം കൂടിയുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികളെ രൂപപ്പെടുത്തുന്നതിൽ അവർ ജീവിക്കുന്ന പരിസരം, അവർ കഴിക്കുന്ന ഭക്ഷണം, അവരെ ലാളിക്കുന്ന കരങ്ങൾ, അവരെ താലോലിക്കുന്ന ഉമ്മമാർ, അവരെ പരിരക്ഷിക്കുന്ന ഉപ്പമാർ, എല്ലാവരും കൂടി കൂടുമ്പോഴാണ് ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്നത്. അപ്പോ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവസന്ധാരണത്തിന്റെ ഭാഗമായി ഒരു സന്താനത്തെ തന്നു. അതെങ്ങനെയെങ്കിലുമൊക്കെ ആണ്ട് വളരും എന്നുള്ളതല്ല. മാതാപിതാക്കളുടെ ദൗത്യം തർബിയത്തുൽ ഔലാദ്, അവർക്ക് വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട രീതിയിൽ നൽകുക.
ഇസ്ലാമിന് അതിലൊരു ചിട്ടയുണ്ട്. ആ ചിട്ട എന്താണ്? 7 വയസ്സാകുമ്പോൾ കുഞ്ഞിനെ അടുത്ത് വിളിക്കണം. മോന് 7 വയസ്സായി, മോൻ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്നുള്ള അറിവാണിത്. മുറുസ്വബിയ്യ ബിസ്സലാത്തി ഇദാ ബലഗ 7 സിനീൻ. ഉമ്മയോ ഉപ്പയോ രണ്ടുപേരുമോ, വലിയുപ്പയോ വലിയുമ്മയോ, രക്ഷിതാക്കൾ അടുത്ത് വിളിച്ചിട്ട് പറയണം, മോനെ 7 വയസ്സായി, ഇനി നിസ്കരിക്കണം കേട്ടോ.